ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. ആരാണ്? മിസ്റ്റർ ഫസൽ കറാട്ട്. അതെ. സുഖല്ലേ? ഓ, സുഖം. ആരാണ് വിളിക്കുന്നത്? ഏ ആരാണ് വിളിക്കുന്നത്? ഞാനാ? ആ, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. പേരില്ല. എങ്ങനെ പേരില്ല ചോദിക്കുക. എങ്ങനെ പേരില്ലേന്ന്? അന്റെ പേര് പറഞ്ഞ നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാ എന്നെ നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? വിശേഷങ്ങൾ അറിയാന്. പറഞ്ഞോളൂ, എന്നാ ചോദിച്ചോളൂ. ഹലോ, ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വിളിച്ചാണ്. ഏത് വീഡിയോ കണ്ടിട്ടാ? അല്ല, നമ്മളെ മറ്റേ ട്രിപ്പിൾഎക്സ് എന്താണ് അവന്റെ പേര്, ആരിഫാ, അതിനുള്ളൊരു അഭിമുഖം കണ്ടു നിങ്ങളെ. എന്തായിരുന്നു? അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഖത്തറില് സൗദിയിലൊന്നും മുസ്ലിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, ഇവിടെ എന്താ സ്വാതന്ത്ര്യത കുറവ്? ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ടാ. എങ്ങനെ? അല്ല, ഖത്തറിലും സൗദിയിലും നടത്താൻ രാജാക്കന്മാരെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാല് തല പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അതെ. അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ പറയട്ടെ, അല്ലേ നിങ്ങൾ പറയും, നിങ്ങൾ പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ പറയും. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അപ്പൊ ഞാനൊരു മറുപടി പറയണ്ടേ? ഇവിടെ ഇപ്പൊ ഖത്തറിലായാലും യു എയിലായാലും ഒമാനിലായാലും ബഹ്റൈനിലായാലും അത്ര രാജാക്കന്മാർ ചിലപ്പം കിട്ടുമ്പോൾ തലൊന്നും പോകില്ല, ആളെ പറഞ്ഞ് കയറ്റി വിടും. അല്ലേ? അല്ല, ഒരു മിനിറ്റ് നമ്മളെ കേരളം വിട്ടു കഴിഞ്ഞാല് നമ്മളെ ഇന്ത്യയിൽ എവിടെയാണ് സുരക്ഷ എന്ന് പറഞ്ഞാണ്. ബീഫിന്റെ പേരിൽ എത്ര വീടുകൾ പൊളിച്ചിട്ടുണ്ട്. ബീഫ് തിന്നിട്ട് നിങ്ങൾ ഈ വെറുതെ വിളിച്ചു പറയരുത്. നിങ്ങൾ ആ പറയുന്നതിൽ, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി തെളിവുണ്ട്. നിങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, ഈ ബീഫ് തല്ലിക്കൊന്ന് എന്നൊക്കെ പറയുന്നതിന് നിങ്ങളൊരു കാര്യം ചോദിച്ചല്ലോ, അതായത് അത് മറുപടി പറഞ്ഞിട്ട് നമുക്ക് ബീഫിലേക്ക് വരാം. അതായത് ഖത്തറില് ഒക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കയറ്റി വിടുക, അല്ലെങ്കിൽ ഇത് സ്വാതന്ത്ര്യം ഉണ്ടോന്നില്ല. ഞാൻ ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ പറയുന്നത് ഫുള്ള് കേൾക്കണം. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. അത് കേൾക്കാൻ പറ്റില്ല, നിങ്ങൾ ഓൺ വെച്ച് പോയിക്കോളൂ, യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ എന്നോട് പറയുക, അപ്പൊ ഞാൻ പറയാം. അതായത് പിണറായി വിജയനെതിരാണെങ്കിലും ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരാണെങ്കിലും നമ്മൾ എന്ത് വിമർശിച്ചാലും ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അതേ സമയത്ത് ഖത്തറുള്ള ഒരു പൗരൻ അല്ലെങ്കിൽ ഖത്തറിലെ ആളുകൾ അവിടുത്തെ രാജാവിനെ വിമർശിച്ചാൽ അവരെ ഏത് നാട്ടിലേക്ക് കയറ്റി വെച്ചെന്ന് അറിയുന്നത് നിങ്ങൾ? അവരെ നേരെ ജയിലിലേക്ക് പോകുന്നുള്ളതാ. അതാണ് യാഥാർത്ഥ്യം. അതല്ല, ഇവിടെ ഈ രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ട്. ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടല്ലോ, അറിയാലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ വന്നുകാണ്ട് ഇപ്പൊ പലസ്തീന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഐക്യദാർഢ്യം പിടിച്ചിട്ട് ആൾക്കാരെ പിടിച്ച് പുറത്തല്ലേ? ബംഗാളികൾ എത്ര ആൾക്കാർ ഇപ്പോഴും കലാപം നടന്നിട്ട് ബംഗ്ലാദേശിൽ ഇപ്പൊ കലാപം നടന്നത്, അതിനെതിരെ ഖത്തറിലും യു എയിലൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ട് യു എയിൽ എത്ര ബംഗാളികളെ കയറ്റിവിട്ട്. ഞാനതാ പറഞ്ഞ, അതാണ് രാജഭരണം എന്ന് പറയുന്നത്. അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല, പക്ഷെ നമ്മുടെ രാജ്യത്ത് സകല സ്വാതന്ത്ര്യം ഉണ്ട് എന്നാ പറയുന്നത്. മനസ്സിലായി? നമ്മുടെ നാട് നന്നാകത്ത്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ രാജ്യം രാജഭരണം അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞ ഗൾഫ് പോലെയുള്ള ഒരു രാജ്യം നമ്മുടെ ആവണം എന്ന് അറിയും നിങ്ങൾ? ഈ ജനാധിപത്യം ഇല്ലാതെ ഞാൻ ചോദിച്ചത് പറയും. എന്തെങ്കിലും അല്ല, 3 ദിവസം മുന്നേ പോരനെയും ഒരു ഇന്ത്യക്കാരനെയാണ് എന്താക്കിയത്, തലവെട്ടിട്ട് സൗദിയിൽ. നമ്മളെ നാട്ടിലുണ്ടാ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ഗൾഫ് സൗദി രാജ്യങ്ങളൊക്കെ പോലെയുള്ള നിയമവും അതേപോലത്തെ രാജഭരണമൊക്കെ ആണ് അവിടെ വേണ്ടത് നിങ്ങൾക്ക്? ഞാൻ രാജഭരണം വേണമെന്ന് പറഞ്ഞില്ല. ഞാൻ എന്താ പറയുന്നത്? അല്ലല്ല, നിങ്ങൾ ഈ പറയുന്നതിന് നിങ്ങൾ എനിക്ക് മറുപടി പറയാൻ അവസരമില്ല, പിന്നെ നമ്മൾ സംസാരിക്കണ്ട. എന്തിനു സംസാരിക്കുക? നിങ്ങൾ പറയുന്നത് ഫുള്ള് കേൾക്കാറ് ഞാൻ. അത് നടക്കൂല. നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണ്ട. നിങ്ങൾ എന്താ പറഞ്ഞപ്പോ? നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഇപ്പൊ സൗദിയില് ഒരാളെ കൊന്നതിന്, ഒരു മലയാളിനെ കൊന്നതിന് 4 സൗദി പൗരന് ഒരു മലയാളി ശിക്ഷ നടപ്പാക്കി. നമ്മളെ നാട്ടിൽ, നമ്മളെ
കേരള നിയമസഭ ആവട്ടെ, ഇപ്പൊ കേന്ദ്രത്തിൻ്റെതാവട്ടെ, ഗവൺമെന്റ് ആവട്ടെ, എത്ര ക്രിമിനൽസ് ഉണ്ടായില്ലേ, എത്ര ക്രിമിനൽ കേസുള്ള ആൾക്കാരുണ്ട്. നമ്മള് നമ്മുടെ ഒരുപാട് മുമ്പേയുള്ള ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അതെങ്ങനെ ഇന്ത്യൻ നിയമത്തിനോട് നിങ്ങൾ യോജിപ്പുണ്ടോ എല്ലാ അർത്ഥത്തിലും? ഇന്ത്യൻ ഭരണഘടന വിശ്വസിച്ചല്ലാതെ എങ്ങനെ ഈ രാജ്യത്തോട് കൂറുണ്ട് നമുക്കൊക്കെ? 100% ഉത്തരല്ലേ? കൂറുണ്ട്, ഞാൻ അതല്ല പറഞ്ഞു. നിയമത്തിൽ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയോട് ബഹുമാനവും യോജിപ്പും സകലതും ഉണ്ട്. നിങ്ങൾക്കില്ല അത്? എനിക്ക് യോജിപ്പില്ല. എനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഞാൻ പറയുന്നത് ഞാൻ ഭരണഘടനയിൽ വിശ്വാസം എന്നല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ഒരാളെ ഒരു കാര്യം ഇല്ലാതെ ഇനിയിപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാല് ആളെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത്? ഇല്ല, അതിനാണ് നമ്മൾ ഈ അടുത്തായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഭേദഗതികൾ, പീഡനം സംഭവിച്ചാൽ ഇത്ര കൊല്ലം കൊണ്ട് വധശിക്ഷ വരെ, തൂക്കുകയറ് വരെ എന്നുള്ള രീതിയിൽ ഭരണഘടന ഭേദഗതി വരുത്തുന്നുണ്ട്. നമ്മളെ പണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പിന്നെ അതേപോലെ സ്വർണ്ണക്കടത്ത്, ഈ കള്ളക്കടത്ത് പരിപാടികൾക്കൊക്കെ എതിരായിട്ടുള്ള ഭേദഗതികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ, പിന്നെ പീഡനം നടത്തുന്നതിന് ഇന്ത്യൻ നിയമപ്രകാരമുള്ള തൂക്കുകയറ് എന്നുള്ളതും ഈ കൂട്ടബലാത്സംഗങ്ങൾക്കൊക്കെ തന്നെ വധശിക്ഷ എന്ന രീതിയിലേക്കുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് ഭേദഗതികൾ കൊണ്ടുവരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടല്ലോ. വഖഫിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആ വഖഫ് വിഷയത്തിൽ അതൊന്ന് പറഞ്ഞുതരുമോ? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കുള്ള ഇതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ ഗുരുവായൂർ അമ്പലമായാലും നമ്മളെ ഇപ്പൊ പുതിയ ഇതുണ്ടാക്കിയില്ലേ, ക്ഷേത്രം ഉണ്ടാക്കിയില്ലേ, ഇത് അയോധ്യയില്, അതിലൊക്കെ എന്താക്കണം, അതിലും 2-3 മുസ്ലിങ്ങളെ മാപ്പിളാരി ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ ചോദിച്ചില്ലേ, ഞാൻ മറുപടി പറയുമ്പോ നിങ്ങൾ ഇടയിൽ കയറരുത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്ത് ഉപകാരമാണ് വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ നിങ്ങളൊരു മുസ്ലിം ആയിട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ച് വിളിക്കുന്ന ആള് ആണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞു വിളിക്കുക, അതൊരു പ്രശ്നമില്ല. നിങ്ങൾ മുസ്ലിം ആണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പോ നിങ്ങൾ പേര് പറയാത്തത് കൊണ്ടാട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഈ വഖഫ് ബോർഡിനെ കൊണ്ട് എന്ത് ഉപകാര ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്ത് സഹായമാണ് നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. എങ്ങനാ നമുക്കിപ്പോ ഒരു സഹായം കിട്ടുന്ന, അതായത് നമുക്കിപ്പോ ഞാൻ സിമ്പിളായി പറയാം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് എന്തുകൊണ്ട് ഉപകാരം നമുക്ക് ഉണ്ടായിട്ട്, ചില ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളൊക്കെ റിലേറ്റീവ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നത് എനിക്ക് നന്നായിട്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതേപോലെയാണ് ഈ വഖഫ് ബോർഡിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇനിയിപ്പോ ഈ സംഖ്യകളൊന്നും കയറി കൂടിയാൽ ഉപകാരം ഉണ്ടാവുന്ന അപ്പൊ നിങ്ങൾ പറയുന്നത് എങ്ങനെ? നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ഞാൻ ഒരു ചോദ്യം ചോദിച്ച്, നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. എനിക്ക് എന്നിട്ട് ഞാൻ ബാക്കി മറുപടി പറയാനാണ്. നിങ്ങൾക്ക് വഖഫ് ബോർഡിനെ കൊണ്ട് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും? അതായത് ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞുതരാം. അതായത് സ്വത്ത് വകകൾ അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് 8 ലക്ഷത്തിലധികം ഏക്കറുകളിലൊക്കെ സ്വത്ത് കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന കോടാനുകോടി ആസ്തിയും സംവിധാനമുള്ള ഒരു സംവിധാനമാണിത്. ഇത് മുസ്ലിംസിന്റെ പേരിലാണ് ഈ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഈ ബോർഡുകൊണ്ട് സാധാരണക്കാരൻ, ഞാനൊരു സാധാരണക്കാരനാണ്, അപ്പൊ നിങ്ങളും സാധാരണക്കാരാണോ എനിക്ക് അറിയില്ല, നിങ്ങൾ പിന്നെ ഫോൺ വിളിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു ഉപകാരവും ഇത്രയും കാലമായിട്ട് വ്യക്തിപരമായിട്ട് ആ വഖഫ് ബോർഡിന് കിട്ടിയില്ല. നിങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാത്തതുകൊണ്ടാണ്. അതേസമയം ഇതിനെ കൊണ്ടൊക്കെ ആർക്കും ഉപകാരം ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം. എന്നിട്ടിപ്പോ എങ്ങനെ ഈ വഖഫ് ബോർഡിന് ഉപകാരം ഇല്ലാഞ്ഞിട്ട് ഈ മുസ്ലിം സംഘടനയാണ് പറഞ്ഞത് ഞാൻ പറയട്ടെ, നിങ്ങൾ ആർക്കാണ് ഉപകാരം ഉണ്ടാവുക നിങ്ങൾക്കറിയോ? അതായത് പ്രമാണിമാരായിട്ടുള്ള ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു സംവിധാനത്തിൽ നിന്ന് നേരിട്ട് ഒരു ഉപകാരം കിട്ടില്ല. എനിക്കും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് 28 വയസ്സാണ്, നിങ്ങൾക്ക് 42 വയസ്സാണ്. ഈ വയസ്സിൽ നമുക്ക് രണ്ടാൾക്കും ഒരു ഉപകാരം വ്യക്തിപരമായിട്ട് കിട്ടിയില്ല. ഇതിന്റെയൊക്കെ ഉപകാരം കിട്ടും. നോക്കി, ഇതിന്റെ ചെയർമാൻ ആവുന്ന ഒരു മെമ്പർമാർ, ഇതൊക്കെ തന്നെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അതേപോലെ തന്നെ പ്രമാണിമാരായിട്ടുള്ള മുസ്ലിം ആളുകൾ മാത്രമാണ് ഇതിലൊക്കെ വരാറുള്ളത്. അപ്പൊ ഇതൊക്കെ അവര് സുഖകരമായിട്ടാണ് ഈ ബോർഡ് കൊണ്ടെടുക്കുന്നത്. ഇവരുന്ന് കട്ടുമുടിക്കുക എല്ലാം നടക്കും ഇതിൽ. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു മേൽനോട്ടം. അതേപോലെ ഇതിന് മുമ്പ് കാലങ്ങളിൽ നിങ്ങൾ ഈ ബില്ലൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. മുമ്പ് കാലങ്ങളിൽ ഏതൊരു സ്ഥലവും, അതായത് ഇപ്പൊ ഒരു സ്ഥലം കണ്ടിട്ട് അത് വഖഫ് ബോർഡിന് അവകാശം ഉണ്ട് എന്ന് പറഞ്ഞു വാദിച്ചു കഴിഞ്ഞാൽ ഈ വാദിക്കുന്ന വഖഫ് ബോർഡിന് പ്രത്യേകിച്ച് ഒരു രേഖയും കാണിക്കേണ്ട. അതേ സമയത്ത് ഈ സ്ഥലം അത്രയും കാലം കൊണ്ടു നടന്ന ആളുകളാണ് സകല പേപ്പറുകളുമായിട്ട് കോടതിയിലൊക്കെ കയറി നിൽക്കേണ്ടേ. ഇത്തരമുള്ള
നിങ്ങൾ കേട്ടില്ലേ, ഫോൺ കട്ട് ചെയ്ത് ഓടിക്കളഞ്ഞതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അതായത് എന്നെ വിളിച്ചിട്ടുള്ള വ്യക്തി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ചിരുന്നു. വളരെ ലളിതമായിട്ടൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചത് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും. ആ വിളിച്ച ആൾക്ക് 42 വയസ്സാണ്. ഈ വയസ്സ് വരെയായിട്ട് ഈ വഖഫ് ബോർഡിൽ നിന്ന് എന്താണ് വ്യക്തിപരമായിട്ട് ഉപകാരമുണ്ടായിട്ടുള്ളത്? ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് കുരുപൊട്ടി ചാടി വീണ് വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അതിനൊന്നും ഒരു ഉത്തരവുമില്ല, മറുപടികളില്ലാഞ്ഞിട്ട് ഈ വിഷയത്തിനൊന്നും അവകാശം ഉന്നയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്ത് സുഡു ഓടിയിരിക്കുന്നു. ഇതുപോലെ ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലതിലും പച്ചത്തെറി ഉണ്ടായതുകൊണ്ടാണ് അതൊന്നും തന്നെ ഇവിടെ കൊടുക്കാത്തത്. ഈ പൊതുസമൂഹത്തിലേക്ക് വെക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള റെക്കോർഡുകളാകുന്ന സമയത്ത് നമ്മളത് കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോകളിലും പറയുന്നത്. ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരു മുസ്ലിമിനും യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള, വലിയ പ്രമാണിമാരായിട്ടുള്ള, സാമ്പത്തിക ശേഷിയുള്ള, ഇതിൻ്റെ ചെയർമാനും മെമ്പർമാരൊക്കെ ആവുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബോർഡൊക്കെ ആയിട്ട് വലിയ ഉപകാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവരാരെങ്കിലും എന്നെ വിളിച്ചാൽ അവർക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ട് എന്നെങ്കിലും കരുതുക. കാരണം എന്ത് കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ ഇതിനിപ്പോ മേൽനോട്ടത്തിനൊക്കെ തന്നെ ഭേദഗതിയൊക്കെ ആയിട്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എത്തിയിട്ടുള്ളത്. അപ്പൊ സകല ആളുകളും തിരിച്ചറിയുക, ഈ ഒരു വിഷയത്തിൽ സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ച് യാതൊരു വിഷയവുമില്ല. എന്നെ വിളിച്ചതുപോലെയുള്ള സുഡാപ്പികൾ വലിയ അപകടകാരികൾ തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ അവർക്കുള്ളത് എന്താണ്, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പോലും അറിയാതെ മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് എവിടെ നിന്നോ കേൾക്കുന്നു, അതനുസരിച്ച് ചാടി വീഴുന്ന ഇവരെ പോലെയുള്ള ആളുകൾ നമ്മൾക്കിടയിലെ അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.